ഷിൻസ് അഹ്ലൻ മോദി അല്പസമയത്തിനകം ആരംഭിക്കും എന്ന് മനസ്സിലാകുന്ന ബൃഹത്തായ പരിപാടിയാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അവിടെ നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഷിൻസ്? ലക്ഷ്മി, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഭാരതത്തിന്റെ പ്രധാന സേവകന്റെ വരവാണ്. അതിനായാണ് ഏവരും കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അവരുടെ തനത് നൃത്ത രൂപങ്ങൾ സ്റ്റേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് സ്റ്റേഡിയം മുഴുവനായി നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 65,000-ഓളം പേരാണ് പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഭൂരിഭാഗം പേരും ഇന്നത്തെ പരിപാടിക്കായി എത്തിയിട്ടുണ്ട്. കുട്ടികളും തൊഴിലാളികളും അടക്കം ഏവരും നരേന്ദ്രമോദിക്കായി കാത്തിരിക്കുകയാണ്. നമ്മൾ പ്രവാസ ലോകത്തെ ഏറ്റവും വലിയൊരു പൊതുസമ്മേളനമായി അഹ്ലൻ മോദി ഇവിടെ മാറുകയാണ്. ലക്ഷ്മി, നമുക്കറിയാം 65,000-ഓളം ആളുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഹ്ലൻ മോദിയിൽ പങ്കെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ അധികമായതോടെ അത് നിർത്തിവെക്കുകയായിരുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചിരുന്നു. ഒരു പക്ഷേ പ്രതികൂലമായ ഒരു കാലാവസ്ഥ എന്നൊക്കെ സൂചനകൾ കിട്ടിയിരുന്നു. ഷിൻസിന് ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് അവിടെ നിന്ന് എന്താണ് പറയാനുള്ളത്? എത്രത്തോളം ആളുകളെ പ്രതീക്ഷിക്കുന്നു? അത് ലക്ഷ്മി, നേരത്തെ ഇത് 2 ദിവസങ്ങളിലായി നല്ല മഴയായിരുന്നു. അത് പ്രതികൂല കാലാവസ്ഥ മൂലം ഇവിടുത്തെ സ്കൂളുകൾക്ക് വിദൂര പഠനം ഒരുക്കുക, ജോലി വർക്ക് ഫ്രം ഹോം ആക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ഐശ്വര്യം പോലെ തന്നെ, രാജ്യത്തിന്റെ ഐശ്വര്യം പോലെ, നമ്മുടെ ഭാരതത്തിന്റെ ഐശ്വര്യം പോലെ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും തന്നെ വരുന്നുണ്ട്. പിന്നെ രജിസ്ട്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് രജിസ്ട്രേഷൻ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ, അതായത് പരിപാടിക്ക് ഒരു 3-4 ദിവസങ്ങൾക്ക് മുന്നേ കംപ്ലീറ്റ് ആയിരുന്നു. 65,000 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതോടെ ഇത് നിർത്തിവെക്കേണ്ടി വന്നു, രജിസ്ട്രേഷൻ നിർത്തിവെക്കേണ്ടി വന്നു. അത്രത്തോളം താല്പര്യമാണ് എല്ലാ പ്രവാസികളും പരിപാടി പങ്കെടുക്കാൻ കാണിച്ചത്. അതേ ആവേശം ഈ സ്റ്റേഡിയത്തിലേക്ക്, അബുദാബിയിലെ സായിദ് സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നതിലും പ്രവാസികൾ കാണിക്കുന്നുണ്ട്. ലക്ഷ്മി.